തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം കേരളക്കരയെ ഏറെ ഞെട്ടിപ്പിച്ച കൊലപാതകമായിരുന്നു താമരശ്ശേരിയിൽ മകൻ സ്വന്തം മാതാവിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. താമരശ്ശേരി അടിവാരം പൊട്ടിക്കൈ 30 ഏക്കർ കായ്ക്കൽ സുബൈദയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച സുബൈദയുടെ മൃതദേഹം സംസ്കരിച്ചു. അടിവാരം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ വൈകുന്നേരമാണ് സംസ്കാരം നടന്നത്. മകന്റെ ക്രൂരകൃത്യത്തിന് ഇരയായി ജീവൻ നഷ്ടമായ സുബൈദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് എത്തിയത്. അതേസമയം സ്വന്തം മാതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും അതിൻ്റെ യാതൊരു കുറ്റബോധവും പ്രതിയായ 25-കാരൻ ആഷിഖിന് ഇല്ലായിരുന്നു. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷ എന്നായിരുന്നു പ്രതി പറഞ്ഞത്. ലഹരി മരുന്നിന് അടിമയാണ് ഇയാളെന്നാണ് കുടുംബം പറയുന്നത്. പലതവണ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഇയാളെ പ്രവേശിപ്പിച്ചിരുന്നു. പണം നൽകാത്തതിനുള്ള പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ആഷിഖ് നേരത്തെ 2 തവണ അമ്മയെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതായി താമരശ്ശേരി CI പറഞ്ഞു. ആഷിഖ് ഉമ്മയോട് നിരന്തരം പണം ആവശ്യപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ ഉമ്മയുടെ പേരിലുള്ള സ്ഥലം വിൽക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു. ഉമ്മയെ കൊല്ലണമെന്ന് ചിലരോട് പറഞ്ഞിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. സുബൈദ മസ്തിഷ്ക ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരി പുതുപ്പാടി ചോയിയോട് ആദിൽ മൻസിൽ ഷക്കീലയുടെ വീട്ടിൽ 1.5 മാസം മുമ്പാണ് എത്തിയത്. ഷക്കീല ജോലിക്ക് പോയിരുന്നതിനാൽ ആക്രമണം നടന്ന സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസം ആഷിഖ് വീട്ടിലെത്തിയിരുന്നില്ല. എവിടെ പോയിരുന്നുവെന്ന് ചോദിച്ച ഉമ്മയോട് തനിക്ക് പൈസ വേണമെന്നായിരുന്നു മറുപടി. പിന്നീടുണ്ടായ തർക്കത്തിനൊടുവിലാണ് നിഷ്ഠൂരമായ കൊലപാതകം അരങ്ങേറിയത്. ആഷിഖിന് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് വിവാഹബന്ധം വേർപ്പെടുത്തി പിരിഞ്ഞു. പിന്നീട് കൂലിപ്പണിക്ക് പോയാണ് സുബൈദ മകനെ വളർത്തിയത്. ലഹരി ഉപയോഗിച്ച് നേരത്തെയും ആഷിഖ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ചതോടെ അടിവാരത്തെ സ്വന്തം വീട്ടിൽ നിന്നും ഇവർ സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറി. അവിടെയും ആഷിഖ് പ്രശ്നങ്ങളുണ്ടാക്കി. ഇതോടെ പുതുപ്പാടിൽ താമസിക്കുന്ന സഹോദരിക്കടുത്തേക്ക് മാറി. മകനോടൊപ്പം താമസിക്കാനുള്ള ആഗ്രഹമാണ് വിനയായതെന്ന് അയൽവാസികൾ പറയുന്നു. വീട്ടിലെ ഡൈനിങ് ഹാളിൽ മാതാവിനെ കഴുത്തറുത്ത് കൊന്ന ശേഷം രക്തം പുരണ്ട കൈയുമായി നിന്ന ആഷിഖ് ഓടിക്കൂടിയവരോടാണ് കൊലയുടെ കാരണം വെളിപ്പെടുത്തിയത്. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷ നൽകി എന്നായിരുന്നു ആഷിഖ് പറഞ്ഞത്. തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് മുഹമ്മദ് ആഷിഖ് അടുത്തുള്ള വീട്ടിൽ നിന്ന് വാങ്ങിയ കൊടുവാൾ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. +2-ന് ഓട്ടോമൊബൈൽ കോഴ്സാണ് ആഷിഖ് പഠിച്ചിരുന്നത്. കോളേജിൽ ചേർന്ന ശേഷം ആഷിഖ് മയക്കുമരുന്നിന് അടിമയാവുകയായിരുന്നുവെന്നാണ് മാതൃ സഹോദരി ഷക്കീലയുടെ പ്രതികരണം. ലഹരിക്ക് അടിമയായതിന് പിന്നാലെ ആഷിഖ് വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഒരു തവണ നാട്ടുകാർ പിടിച്ച് ആഷിഖിനെ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. പിന്നീട് ആഷിഖിനെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ആഷിഖ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തിയത്. 4 ദിവസം കൂട്ടുകാർക്കൊപ്പം ചെലവഴിച്ച ശേഷം ഇന്നലെ ആഷിഖ് വീട്ടിലെത്തിയിരുന്നു. അതിനുശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഷക്കീല പറഞ്ഞു. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് അമ്മയ്ക്ക് നൽകിയതെന്ന് അരുംകൊലയുടെ കാരണം ചോദിച്ചവരോട് ആഷിഖ് പറഞ്ഞു. കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഉമ്മയെ കൊലപ്പെടുത്തിയതിൽ യാതൊരു കുറ്റബോധമോ കൂസലോ ഇല്ലാതെയായിരുന്നു വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ പ്രതിയുടെ പ്രവർത്തികൾ. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.